അവളുടെ ഗർഭത്തെ തുറന്നു. ആദ്യത്തെ 3 പുത്രന്മാരുണ്ടായപ്പോഴും ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ മക്കൾക്ക് പേരിട്ടത്. എന്നാൽ 4മതൊരുവൻ ജനിച്ചപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് അവന് യഹൂദ എന്ന് പേരിട്ടു. സ്തുതിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് നമ്മുടെ കർത്താവ്, അല്ലേ? കർത്താവ് ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്. യഹൂദയെ, ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. സ്തുതിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവം. യെരിഹോവിനെ ജനം ചുറ്റി, അല്ലേ? മൗനമായിരുന്നു. എന്നാൽ ജനം ഉച്ചത്തിൽ ആർപ്പിട്ട ദിനം എന്തു ചെയ്തു? യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു വീണു. നമുക്കെതിരെയുള്ള പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ മാറിപ്പോകണമോ? ദൈവത്തെ വാസ്തവമായി സ്തുതിക്കുക, ആരാധിക്കുക. നിലവിളിക്കുന്നവന്റെ നിലവിളിയെ മറികടക്കുന്നവനല്ല നമ്മുടെ ദൈവം. ദൈവവചനം പറയുന്നു, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. നേരുള്ളവർക്കാണ് സ്തുതിക്കുവാൻ കഴിയുന്നത്. ഈ നാളുകളിൽ കർത്താവിനെ സ്തുതിച്ച് അവന്റെ വരവിനായി നമ്മെ തന്നെയും അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം.